ഫുട്ബോളിൽ രാഷ്ട്രീയം ഇല്ല എന്ന് ആരും പറയാൻ സാധ്യതയില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണ്. എന്നാൽ ഒരു പ്രത്യേക ടീമിനോടുള്ള നിങ്ങളുടെ വെറുപ്പും വിരോധവും തീർക്കാനുള്ള ഒന്നായി നിങ്ങളുടെ രാഷ്ട്രീയത്തെ തരം താഴ്ത്തരുത്. കഴിഞ്ഞ ദിവസം നടന്ന ഈജിപ്ത് അർജന്റീന മത്സരത്തിനിടെ ഗാലറിയിൽ ഇസ്രായേൽ പതാക ഉയർന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു. അർജന്റീനയെ പിന്തുണയ്ക്കുന്നവർ ഒക്കെയും സയനിസ്റ്റ് അനുകൂല ചിന്താഗതിയുള്ളവരാണ് എന്ന രീതിയിലായി പിന്നീടുള്ള എല്ലാ ചർച്ചകളും. ഈജിപ്തിനെ പിന്തുണയ്ക്കുന്നതാണ് യഥാർത്ഥ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് വിശ്വസിക്കുന്ന കുറെ പേരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത്. എന്താണ് ഈജിപ്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്നിവർ ചികഞ്ഞ് നോക്കിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. പലസ്തീനോട് ഐക്യദാർഢ്യം പുലർത്തുന്ന അറബ് രാജ്യങ്ങളുടെ നിലപാട് പാടെ തള്ളിക്കൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ അറബ് രാജ്യമാണ് ഈജിപ്ത്. ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെടുമ്പോഴും അവിടുത്തെ ആശുപത്രികളും സ്കൂളുകളും ഒക്കെ ആക്രമിക്കപ്പെടുമ്പോഴും ഇസ്രയേലുമായി കോടിക്കണക്കിന് ഡോളറിന്റെ വാണിജ്യ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഈജിപ്ഷ്യൻ സർക്കാരുകൾ. തകർന്നടിഞ്ഞ വീടുകൾ ഉപേക്ഷിച്ച് കരണ്ടും വെള്ളവും കിട്ടാനില്ലാത്ത ആ നരകതുല്യമായ ഭൂമിയിൽ നിന്നും റാഫ അതിർത്തിയിലേക്ക് പോയ പലസ്തീനികൾ കാണുന്നത് അടഞ്ഞുകിടക്കുന്ന ഗേറ്റുകളാണ്. കൂറ്റൻ മതിലുകൊണ്ട് അതിർത്തി കെട്ടിയടച്ചിരിക്കും. അതിനു മുകളിൽ കൂർത്ത ഇരുമ്പു കമ്പികളിൽ തീർത്ത മുള്ളുവേലിയുമുണ്ട്. ഒരു പാലസ്തീനിയൻ കുട്ടിക്ക് പോലും അഭയം കൊടുക്കാതെയാണ് 2 വർഷത്തോളം അതിർത്തി ഈജിപ്ത് അടച്ചുപൂട്ടിയത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഗാസയെയും ഈജിപ്തിനെയും ബന്ധിപ്പിക്കുന്ന നിർണായകമായ റാഫ അതിർത്തി പരിമിതമായെങ്കിലും തുറന്നു കൊടുക്കാൻ ഈജിപ്ത് സർക്കാർ തയ്യാറായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ സമാധാന പദ്ധതി അനുസരിച്ചാണ് ആ അതിർത്തി തുറക്കാൻ തീരുമാനമായത്. അപ്പോഴും കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് അതിർത്തി കടക്കാൻ അനുവാദമുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 150ഓളം രോഗികളെയും അവരുടെ സഹായികളെയും മാത്രമാണ് ഈജിപ്തിലേക്ക് പോകാൻ അനുവദിച്ചത്. ഈ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ വിജയത്തിന് ശേഷം മൈതാനത്ത് ഈജിപ്ത് കോച്ച് ഹൊസാം പലസ്തീൻ പതാക വീശിയതേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല അതിന് ഒരു ദിവസം മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി തർക്കിക്കുന്ന വീഡിയോയും പുറത്തു വന്നു. ഒരു ആരാധകൻ ടീമിലെ താരത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തതാണ് ആ തർക്കത്തിന് കാരണമായതെന്ന് ഈജിപ്ത് പറയുമ്പോൾ യാതൊരു രേഖയുമില്ലാതെ ഹോട്ടലിൽ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടതെന്ന് പോലീസ് ഒരു പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അർജന്റീനക്കെതിരെ തങ്ങളുടെ ടീം കടുത്ത അനീതി നേരിട്ടുവെന്നും ഫിഫ പക്ഷപാതം കാണിച്ചുവെന്നും ഹസൻ ആരോപണം ഉയർത്തി. അർജന്റീനക്കെതിരായ മത്സരത്തിലെ റഫറിയുടെ തീരുമാനങ്ങളെ കടുത്ത ഭാഷയിലാണ് ഒസാം ഹസൻ ചോദ്യം ചെയ്തത്. അർജന്റീനയെയും ലയണൽ മെസ്സിയെയും ടൂർണമെന്റിൽ നിലനിർത്താൻ ഫിഫയും റഫറിമാരും ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതെല്ലാം പണത്തിനു വേണ്ടിയാണ്. അവർക്ക് മെസ്സി ടൂർണമെന്റിൽ വേണം. ഈ കളിക്കളത്തിൽ നീതിയില്ല. മത്സരത്തിൽ ഞങ്ങൾ അർജന്റീനയേക്കാൾ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തതെന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുമുള്ള ചില ഇടപെടലുകൾ മൂലമാണ് ഞങ്ങൾ തോറ്റതെന്നും അദ്ദേഹം പറയുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ടൂർണമെന്റിൽ ഇനിയുള്ള മത്സരങ്ങൾ ഒന്നും കാണില്ലെന്നും ഹൊസാം പറയുന്നു. ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസന്റെ പലസ്തീൻ പ്രേമവും വെറും നാടകമാണെന്ന് പറയേണ്ടി വരും. അയാൾക്ക് വ്യക്തിപരമായ പലസ്തീനെ അനുകൂലിക്കാം എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ലോകകപ്പ് വേദിയിൽ ആ പ്രേമം അണപൊട്ടി ഒഴുകിയത് ആരാധകരുടെ പിന്തുണയ്ക്ക് വേണ്ടി തന്നെയാണ്. കൊടിപിടിക്കും മുതലക്കണ്ണീർ ഒഴുക്കും എന്നല്ലാതെ പലസ്തീന് വേണ്ടി ഈജിപ്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത്രയ്ക്ക് വലിയ പലസ്തീൻ സ്നേഹിയും സയനിസ്റ്റ് വിരുദ്ധനുമാണെങ്കിൽ ഈ ലോകകപ്പ് മാച്ചുകൾ മുഴുവനായിട്ട് ബഹിഷ്കരിക്കുകയായിരുന്നു ഇയാൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം പലസ്തീൻ ജനതയ്ക്ക് മേൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നത് അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായ അമേരിക്കയാണ്. ആ നാട്ടിലാണ് ഈ ലോകകപ്പ് നടക്കുന്നത്. ഈ ലോകകപ്പ് ബഹിഷ്കരിക്കാൻ തയ്യാറാവാത്ത ഒരു രാജ്യത്തെയും പലസ്തീൻ അനുകൂലികൾ എന്ന് വിശേഷിപ്പിക്കാനാകില്ല. നമുക്ക് ഏതൊരു ഫുട്ബോൾ ടീമിനെയും ഇഷ്ടപ്പെടാം, ചിലരെ വെറുക്കാം. അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത ടീമിനെ പിന്തുണയ്ക്കുന്നവരെയെല്ലാം രാഷ്ട്രീയ ബോധമില്ലാത്തവരും ഫാസിസ്റ്റ് അനുഭാവികളുമാണെന്ന് പറയരുത്. ഒരു ടീമിന്റെ കേളി ശൈലിയാണ് നമ്മൾ വിലയിരുത്തുന്നതും ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ അവരുടെ വിദേശ നയം നോക്കിയല്ല. ഇനി ഈജിപ്ത് എന്ന രാജ്യം മുഴുവൻ മനുഷ്യസ്നേഹികളാണെന്ന് പറയുന്നവർ ഒരിക്കലെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കുക. അല്ലെങ്കിൽ അവിടെ ദീർഘകാലം ജോലി ചെയ്യുന്ന ആളുകളോട് ഈ ഈജിപ്ഷ്യന്മാർ എങ്ങനെ ഉള്ളവരാണെന്ന് ചോദിച്ചു നോക്കുക. പണത്തിനും പദവിക്കുമായി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ കൂട്ടർ. ഇന്ത്യക്കാരോട് നല്ല രീതിയിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുമാണ് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്ന ഈ ഈജിപ്തുകാർ. മുഹമ്മദ് സല എന്ന ലോകോത്തര കളിക്കാരനെയും അയാളുടെ ടീമിനെയും ഇഷ്ടപ്പെടാൻ ഒരു മടിയും വേണ്ട. പക്ഷേ പലസ്തീൻ പതാക കാണിച്ചുകൊണ്ട് മാത്രം ഇഷ്ടപ്പെടാനുള്ള ഒരു യോഗ്യതയും ഈജിപ്തുകാർക്കില്ല.